സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ പാലക്കാട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റ്. കഴിഞ്ഞ മാസം നവംബർ മാസം 29-ാം തീയതിയാണ് സംഭവം നടന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകന്റെ ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി മദ്യം നൽകി പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അധ്യാപകൻ സംസ്കൃതം പഠിപ്പിക്കുന്ന ആളാണ്. അനിൽ എന്നാണ് പേര്. മിക്കവാറും സംഘപരിവാറിൽപ്പെട്ടവനായിരിക്കാനാണ് സാധ്യത. കാരണം അവൻ്റെ തൊഴിൽ ഇതാണല്ലോ. നേരത്തെ ഒരു സംഭവം നടന്ന അറിയാമല്ലോ. അതും 5ാം ക്ലാസ്സുകാരിയെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അത് ഒരു പ്രാവശ്യമല്ല, എത്രയെങ്കിലും പ്രാവശ്യം. ആ സ്കൂളിലെ പല കുട്ടികളെയും അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട്. ആ അധ്യാപകൻ ഇന്ന് ജയിലിലാണ്. അത് 5-6 വർഷം എടുത്ത് അതിൻ്റെ നിയമം നടപ്പാക്കി കിട്ടാൻ വേണ്ടി അതിനെ അനുകൂലിക്കുന്നവരാണ് സംഘപരിവാറുകാർ. അന്ന് മുസ്ലിം പെൺകുട്ടിയായി. അപ്പോൾ അത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയ കെട്ടുകഥയാണെന്നും വെറുതെയെങ്കിലും അധ്യാപകനെ ഇങ്ങനെ പെടുത്തിയതാണെന്നും പറഞ്ഞ് സംസ്ഥാന തലസ്ഥാന നഗരങ്ങളിലെല്ലാം അവർ പ്രത്യേകമായ പ്രസ് കോൺഫറൻസ് നടത്തി. BJP-ക്കാരും സംഘപരിവാർ ശക്തികളും. അവർക്ക് ഈ നാട്ടിൽ എന്തും ആവാം, എന്തും ചെയ്യും. പെൺകുട്ടികളെയും പീഡിപ്പിക്കും, ആൺകുട്ടികളെയും പീഡിപ്പിക്കും. ആരുണ്ട്? കാര്യം നമുക്ക് മോഡിയുണ്ട്, അമിത്ഷാ ഉണ്ട്. അവർ നമ്മളെ സംരക്ഷിച്ചോളും. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത്, മെനഞ്ഞാന്ന് 2 ദിവസം മുമ്പ് UP-യിൽ 6 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ സംഘപരിവാർ ശക്തികളിൽപ്പെട്ട 4-5-6 പേര് കൂടി ബലാത്സംഗം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ച് അവസാനം ആ കുട്ടിയെ മുകളിലത്തെ നിലയിൽ നിന്ന് എടുത്ത് താഴെ ബിൽഡിങ്ങിൽ നിന്ന് ആ കുട്ടിയെ കാണാനില്ല എന്നും പറഞ്ഞ് മാതാപിതാക്കൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. നാടൊരുപോലെ അന്വേഷിച്ചു. അവസാനം കണ്ടുകിട്ടി ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ മരിച്ചു കിടക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം അവർക്ക് ഇതൊരു കളി തമാശയാണ്. സംഘപരിവാർ ശക്തികളുടെ എന്ന് പറയുന്നത് ഇതൊക്കെ പഠിക്കുകയാണ്. ആളുകളെ എങ്ങനെ കൊല്ലാം. അത് സ്വന്തം ജാതിക്കാരാവട്ടെ മറ്റു ജാതിക്കാരാവട്ടെ, അവർക്ക് ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല. അവർക്ക് അറിയാം എത്രയെങ്കിലും നാൾ കഴിഞ്ഞാൽ അവർ തന്നെ വേണമെങ്കിൽ ആ ഗവൺമെന്റ് തന്നെ കേസ് പിൻവലിക്കും. അപ്പോൾ ഇങ്ങനെ നിരുത്തരവാദിത്തപ്പെട്ട രീതിയിലാണ് സംഘപരിവാർ ശക്തികൾ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. പാവപ്പെട്ടവരെ, SC, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ടവരെ, ന്യൂനപക്ഷങ്ങളെ ഏതെല്ലാം തരത്തിലാണ് അവർ ആക്രമിക്കുന്നത്. കൊച്ചു കുട്ടികളെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അല്ല 5 വയസ്സുള്ള പെൺകുട്ടി, 5 വയസ്സുള്ള പെൺകുട്ടി, അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. 5 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് അവസാനം കൊന്നുകളയുന്നു. ആര് സാക്ഷി? സാക്ഷിയില്ലല്ലോ, കൊന്നുകളയല്ലേ. അതുപോലെയാണ് ഇപ്പോൾ പാലക്കാട് നടന്നത്. സംസ്കൃതം പഠിപ്പിക്കുന്ന അധ്യാപകൻ അത് 6ാം ക്ലാസ്സുകാരന് ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി മദ്യം നൽകി പീഡിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ ചേർത്ത് വായിക്കണം, നമ്മൾ ചേർത്ത് വായിക്കണം. അവർ എന്ത് തെമ്മാടിത്തരവും കാണിക്കും. എന്ത് തെമ്മാടി. നമ്മുടെ കേരളം എന്ന് പറയുന്നതിന്റെ പോക്ക് എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക്? ആരും ചർച്ചയാക്കൂലല്ലോ ഇതൊന്നും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായക്കാരാണെങ്കിൽ ചാനലുകൾ മൊത്തം ചർച്ചയാക്കും. ഓഹോ, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, ജിഹാദികളാണ്, മറ്റതാണ്, മറിച്ചതാണ്. സംഘപരിവാറുകാരാണെങ്കിൽ ഇവിടെ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം. കലാപം അഴിച്ചുവിടാം, വർഗീയ വിദ്വേഷം ഉണ്ടാക്കാം, ഏതെല്ലാം രീതിയിൽ ആക്രമണം നടത്താം. ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളെ ക്രിസ്തുമസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രാജ്യത്താകമാനം അവരെന്തെല്ലാം കുഴപ്പങ്ങളാണ് സൃഷ്ടിച്ചത്. എത്രയോ പാതിരിമാരെ, അച്ഛന്മാരെ, കന്യാസ്ത്രീകളെ, പാസ്റ്റർ, ഇവരെ വീട്ടിൽ ആരാധിച്ചു കൊണ്ടിരുന്നവരെയൊക്കെ ചെന്നിട്ട് അവരെ ആക്രമിക്കുകയല്ലേ. ഇപ്പോഴാണ് ക്രിസ്ത്യാനികൾക്ക് കണ്ണു തുറന്നത്. ഇത് മുസ്ലിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. മുസ്ലിങ്ങൾക്കറിയാം ഇവരെന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടത്തുന്നത്. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്.
അക്രമമുണ്ട്. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് ഇവിടെ ആലിനെ ദീനിലേക്ക്, അതായത് ഇസ്ലാം മതത്തിലോട്ട് ചേർക്കേണ്ട കാര്യമില്ല. അവർക്ക് ആവശ്യം പോലെ ഉണ്ട്. ആരെങ്കിലും ബുദ്ധിയും വിവരമുള്ള ഒരു വരുമ്പോഴത്തേക്ക് വന്നോട്ടെ, അല്ലാതെ പ്രത്യേകമായിട്ട് അതിന് ആളുകളെ ക്ഷണിക്കാനും അവർക്ക് മറ്റത് കൊടുക്കാനും മറിച്ച് കൊടുക്കും ഓഫർ കൊടുക്കാനും അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മതത്തിൽ ആളിനെ ചേർത്തിട്ട് എന്ത് കാര്യം? മനുഷ്യൻ മതത്തിനെ പറ്റി പഠിക്കുക. പഠിച്ചതിന് ശേഷം ഏത് മതമാണ് അവന് ഇഷ്ടമുള്ളത്, അത് ക്രിസ്ത്യൻ മതമാവട്ടെ, ഇസ്ലാം മതമാവട്ടെ, ഹിന്ദു മതമാവട്ടെ, അതിൽ വിശ്വസിച്ചോട്ടെ. ആർക്കെന്ത് നഷ്ടം? നിങ്ങൾക്ക് എന്താണ് നഷ്ടം? ഈ സംഘപരിവാറുകാർക്കുള്ള നഷ്ടം എന്താണ്? അവരിപ്പോൾ അടുത്ത സമയത്ത് പറയുന്നുണ്ടല്ലോ, UP-യിൽ തന്നെ വേറൊരു സ്ഥലത്ത് കണ്ടില്ലേ, ആയുധങ്ങൾ വീടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നിങ്ങളിത് വെച്ചോളേ, അവർ വരും, ജിഹാദികൾ വരും, പെൺപിള്ളേരെ പ്രേമിക്കാനും മറ്റതിനും മറിച്ചതുമായിട്ട് വരും, അവരെ കൊന്നുകളയാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ പരസ്യമായിട്ട് ഇന്ത്യയിലല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും? കാരണം സംരക്ഷണം കൊടുക്കുകയില്ലേ, ഇവർ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയില്ലേ ഇവിടുത്തെ ഗവൺമെന്റ്. അത് പിണറായി ഗവൺമെന്റ് ആവട്ടെ, മോഡി ഗവൺമെന്റ് ആവട്ടെ, ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഈ വെള്ളാപ്പള്ളി നടേശൻ നാടൊരുപോലെ നടന്ന് ഇപ്പൊ മുസ്ലിം ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇപ്പോ റിപ്പോർട്ടറിന്റെ ചാനലിന്റെ ഒരു പിന്നെ ആള് ചോദിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ അടുത്ത്, നിങ്ങൾക്ക് എന്താണ് ഇത്? അത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര അവഗണനയാണ്. മലപ്പുറത്ത് സ്കൂളില്ല, വയനാട് സ്കൂളില്ല, കോഴിക്കോടില്ല, കാസർഗോഡില്ല, കണ്ണൂരില്ല. എന്തുകൊണ്ടില്ല? അത് നമുക്ക് കിട്ടുന്നില്ല. സ്ഥലമില്ലാത്തതുകൊണ്ടില്ല, സ്ഥലമുണ്ട്. അപ്പൊ 10 വർഷമായിട്ട് പിണറായി ഗവൺമെന്റിൽ ഭരിക്കുന്നത്. അപ്പൊ മനഃപൂർവ്വമാണ് പിണറായി തരാത്തതെന്ന് ചോദിച്ചത്. നീ പോടാന്നും പറഞ്ഞ് നാക്കും തള്ളി വെച്ചോണ്ട് കള്ളുകുടിയന്റെ അവന്റെ ആ സ്വന്തം അവന്റെ ആ പ്രതിബിംബം ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനത്തെ തെണ്ടിത്തരമാണ് ഈ വെള്ളാപ്പള്ളി കാണിക്കുന്നത്. വെള്ളാപ്പള്ളി കണ്ടില്ലേ? അപ്പൊ ഇങ്ങനത്തെവന്മാരാണ് ഇവിടെ കലാപം ഉണ്ടാക്കുന്നത്. കാര്യം വെള്ളാപ്പള്ളി അവരെ ആചാരം വാങ്ങിച്ചിരിക്കുകയാണ്. ആവശ്യമുള്ള നല്ല സെക്യൂരിറ്റി കൊടുത്ത് പിന്നെ പിണറായിയുടെ സപ്പോർട്ടോട് കൂടി സംഘപരിവാർ വിട്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള കുഴപ്പം വേണമെങ്കിലും ഉണ്ടാക്കി എങ്ങനെയെങ്കിലും സംഘപരിവാറുകാർക്ക് കുറച്ച് സീറ്റ് ഒപ്പിച്ചു കൊടുക്കണം. പക്ഷെ അതൊന്നും കേരളത്തിലെ ജനങ്ങളടുത്ത് വില പോവില്ല. ഇപ്പൊ നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. നമുക്കിവിടെ മതവിദ്വേഷം വേണ്ടതാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കട്ടെ, നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. ജനങ്ങൾ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കട്ടെ, സൗഹാർദ്ദത്തിൽ ജീവിക്കട്ടെ, പരസ്പര വിദ്വേഷവും വെറുപ്പും ഇല്ലാതെ നല്ലതുപോലെ കഴിഞ്ഞു പോട്ടെ. ആർക്കെന്ത് നഷ്ടം? അപ്പൊ കുരു പൊട്ടുന്നത് യവന്മാർക്കാണ്, ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന യവന്മാർക്കാണ്. അവർക്ക് കസേരയാണ് പ്രശ്നം. സാധാരണ ജനങ്ങൾക്ക് സമാധാനമായിട്ടുള്ള ജീവിതമാണ് ഇഷ്ടം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. ഇങ്ങനെയുള്ള വികൃത ജന്തുക്കളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ജാതിയും മതവും അല്ല അവിടെ പറയേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സമാധാനമായും സന്തോഷമായും സംതൃപ്തിയിൽ കഴിയണം. ഇവിടെ നിയമത്തിന്റെ വഴിക്ക് പോകണം. അല്ലാതെ പിന്നെ UDF-കാരനായതുകൊണ്ട് ഒരു പ്രത്യേക നിയമവും LDF-കാരന് പ്രത്യേക നിയമവും സംഘപരിവാറുകാർക്ക് എന്ത് തെമ്മാടിത്തരം കാണിക്കാനുള്ള ഒരു നിയമവും അവിടെ പാടില്ല. എല്ലാവരും തുല്യരാണ്. എല്ലാവരും ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ്. എല്ലാവരും ഈ നാട്ടിൽ ജനിച്ചവരാണ്, വളർന്നവരാണ്. ഇവിടെ തന്നെ ജീവിക്കും, ഇവിടെ തന്നെ മരിക്കും. അത് നമ്മൾ സൂക്ഷിച്ചും കണ്ട് നമ്മൾ ഈ സമൂഹത്തോട് ഉള്ള പ്രതിബദ്ധത നമ്മൾ തുറന്നു കാണിക്കണം. അതായത് ഏത് രീതിയിലും തെമ്മാടിത്തരം ഏത് ഭാഗത്തു നിന്നുണ്ടായാലും ശരി, അത് മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു പരിവാർ ആവട്ടെ, ആര് കാണിച്ചാലും അത് നമ്മൾ തുറന്നു കാട്ടണം. അവരെ യാതൊരു കാരണവശാലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അത് ജാതി മതം നോക്കി നമ്മൾ അങ്ങനെ തീരുമാനിക്കുകയും അരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇവിടെ പല വികൃതമായ പിന്നെ പ്രവൃത്തികളും ഇവിടെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ വളരെയധികം ക്ഷമാപൂർവം സഹനശക്തിയോടുകൂടി കാണുകയും ഈ കുഴപ്പമുണ്ടാക്കുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ ജയിലറകളിൽ നമ്മൾ പിന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്മ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.